Hi all, welcome to our new class. Today let us discuss about enthalpy. What do you mean by enthalpy? The enthalpy of a system is defined as the sum of the internal energy of the system and its additional pressure volume energy, that is PV energy of occupying space. സോ എന്താണ് ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്? ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത് സം ഓഫ് ഇൻറ്റേർണൽ എനർജി ആൻഡ് ഇറ്റ്സ് അഡീഷണൽ പ്രഷർ വോളിയം എനർജി ഓഫ് ഒക്കുപ്പൈയിങ് സ്പേസ്. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെയും അഡീഷണൽ പ്രഷർ വോളിയം എനർജി, ദാറ്റ് ഈസ് പി വി എനർജി ഓഫ് ഒക്കുപ്പൈയിങ് സ്പേസ്. ഒക്കുപ്പൈയിങ് സ്പേസിലെ പി വി എനർജിയുടെയും ഇൻറ്റേർണൽ എനർജിയുടെയും സമ്മിനെയാണ് ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പി എന്ന് പറയുന്നത്. എൻതാൽപ്പി ഓഫ് എ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് ബൈ ദ എക്സ്പ്രഷൻ. ഒരു സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പിയെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എച്ച് എന്ന ലെറ്റർ വെച്ചാണ് എൻതാൽപ്പിയെ ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി, വേർ യു ഈസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. അപ്പോൾ എൻതാൽപ്പി എന്നെ ഡിനോട്ട് ചെയ്യുന്നത് എച്ച്, ക്യാപിറ്റൽ എച്ച് കൊണ്ടാണ്. ദെൻ ഈ യു എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ഓൾറെഡി പഠിച്ച കാര്യമാണ്. ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം ആൻഡ് പി ഇറ്റ്സ് പ്രഷർ ആൻഡ് വി ഇറ്റ്സ് വോളിയം. ഓക്കെ, സിൻസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് യു കനോട്ട് ബി ഡിറ്റർമൈൻഡ്. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയുടെ വാല്യൂ, യുടെ അബ്സല്യൂട്ട് വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് എന്താണ്, ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് എൻതാൽപ്പിയുടെ വാല്യൂം ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളായ കാര്യമാണ്. കാരണം എൻതാൽപ്പി ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി. ഈ യുടെ വാല്യൂ നമുക്ക് അബ്സല്യൂട്ട്, ഒരു സിസ്റ്റത്തിൻ്റെ അബ്സല്യൂട്ട് ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ പറ്റില്ല. ബട്ട് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു, ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി കണ്ടുപിടിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എൻതാൽപ്പിയുടെയും അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കില്ല, എൻതാൽപ്പിയുടെ ചേഞ്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. ഹൗവർ ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡ്യൂറിങ് എ പ്രോസസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഫോർ എനി പ്രോസസ് ദ എൻതാൽപ്പി ചേഞ്ച്, ഏതൊരു പ്രോസസ്സിലെയും എൻതാൽപ്പി ചേഞ്ച്, എൻതാൽപ്പിയുടെ ചേഞ്ച് ഡെൽറ്റ. എന്താണ് ഡെൽറ്റ എന്ന് പറയുന്നത്? ഓക്കെ, ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൂചിപ്പിക്കുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ദാറ്റ്സ് ഈക്വൽ ടു H2 മൈനസ് H1. H1 ആൻഡ് H2 ആർ ദി എൻതാൽപ്പീസ് ഓഫ് ദി സിസ്റ്റം ഇൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്സ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റിലെയും H1 എന്ന് പറഞ്ഞത് ഇനീഷ്യൽ സ്റ്റേറ്റിലെ എൻതാൽപ്പിയാണ്, H2 എന്ന് പറഞ്ഞത് ഫൈനൽ സ്റ്റേറ്റിലെ സിസ്റ്റത്തിൻ്റെ എൻതാൽപ്പിയുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ H2 ലെസ് ദാൻ H1 ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് H2 H1നെ കമ്പയർ ചെയ്യുമ്പോൾ H2 സ്മോൾ ആണ്, H2 ചെറുതാണ്. അപ്പോൾ ഇതിൽ നിന്ന് H1നെ മൈനസ് ചെയ്യുമ്പോൾ ടോട്ടൽ കിട്ടുന്ന വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതൊരു എക്സോതെർമിക് പ്രോസസ് ആയിരിക്കും. സിമിലർലി H2, if H2 is greater than H1, H2യുടെ വാല്യൂ H1നെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ ഡെൽറ്റ എച്ച് എന്ന വാല്യൂ എന്തായിരിക്കും, പോസിറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് H2 കൂടുതലാണ്, H1 കുറവാണ്. H2 നിന്ന് H1 മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ആ പ്രോസസ്സ് എന്തായിരിക്കും, ദാറ്റ് പ്രോസസ് വിൽ ബി എൻഡോതെർമിക് പ്രോസസ്. ഓക്കെ, then let us see the relation between delta H and delta U. delta H എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ എൻതാൽപ്പി, ഡെൽറ്റ യു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി ചേഞ്ചും എൻതാൽപ്പി ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ദെൻ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, എൻതാൽപ്പി ഈസ് എൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. എന്തായിരുന്നു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും നമ്മൾ പഠിച്ച കാര്യമാണ്. ഓക്കെ, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് ദി മാറ്റർ പ്രസൻറ്റ് ഇൻ ദ സിസ്റ്റം ആർ കോൾഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ്. ഓക്കെ, അതായത് ഒരു സിസ്റ്റത്തിലുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെയോ സൈസിനെയോ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസാണ് ആ സിസ്റ്റത്തിൻ്റെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ടെമ്പറേച്ചർ, പ്രഷർ, വിസ്കോസിറ്റി, ഡെൻസിറ്റി, സർഫസ് ടെൻഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ഇതൊക്കെ എന്താണ്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസ് ആണ്. എന്നാൽ എന്തായിരുന്നു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദി ക്വാണ്ടിറ്റി ഓർ സൈസ് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദി സിസ്റ്റം. സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിൻ്റെ ക്വാണ്ടിറ്റിയെയും സൈസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെ നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മാസ്, വോളിയം, സർഫസ് ഏരിയ, എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഫ്രീ എനർജി, ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ എൻതാൽപ്പി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, സിസ്റ്റത്തിലെ മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി ഓർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ്. ദെൻ എൻതാൽപ്പി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണോ പാത്ത് ഫംഗ്ഷൻ ആണോ? എന്തായിരുന്നു സ്റ്റേറ്റ് ഫംഗ്ഷൻ, എന്തായിരുന്നു പാത്ത് ഫംഗ്ഷൻസ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി
ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം ഹൂസ് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ഓൺലി ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദ പാത്ത് ബൈ വിച്ച് ദ സ്റ്റേറ്റ് ഹാസ് ബീൻ അറ്റൈൻഡ്. ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് പ്രോപ്പർട്ടിയാണ്? ഒരു സിസ്റ്റത്തിൻ്റെ ഇനിഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ സിസ്റ്റം അണ്ടർഗോ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്തായിരുന്നു പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? അപ്പോൾ നേരെ ഓപ്പോസിറ്റ്, എ പ്രോപ്പർട്ടി ഓഫ് സിസ്റ്റം വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ഫോളോഡ് ഇൻ അറ്റൈനിങ് ഇറ്റ് സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ അത് ഫോളോ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻസ് നമ്മൾ പാത്ത് ഫംഗ്ഷൻ എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ ഈ എൻതാൽപ്പി എന്ന് പറഞ്ഞത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, കാരണം എന്താണ്? ഈ ഇൻറ്റേർണൽ എനർജി യു, അതുപോലെ തന്നെ പാത്ത് ഫംഗ്ഷൻ പി, വോൾ, ഇവരൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ എൻതാൽപ്പി എന്ത് തന്നെയാണ്? സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. കാരണം എൻതാൽപ്പി എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി ആണ്. യു ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, പ്രഷർ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, വോളിയവും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഓക്കെ, സോ എൻതാൽപ്പി എന്ത് തന്നെയാണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. That is, change in enthalpy during a process depends only upon the initial and final states of the system and is independent of the path by which the change has been brought about. അപ്പോൾ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ എൻതാൽപ്പി ചേഞ്ച് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ ഫൈനൽ സ്റ്റേറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആ ഒരു സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യാൻ ആ സിസ്റ്റം അണ്ടർഗോ ചെയ്ത പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, then let us discuss about the relation between delta H and delta U. Consider a process carried out at constant pressure. ആദ്യം ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യാം. Let the enthalpy, internal energy and volume of the system change from their respective initial values H1, U1 and V1 to their respective final values H2, U2, V2. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് പ്രോസസ്സിൽ നടക്കുന്നൊരു പ്രോസസ്സിന് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള എൻതാൽപ്പിയുടെ വാല്യൂ എന്ന് പറഞ്ഞത് H1, U1, P1 ആണ്. ഓക്കെ, സോ എൻതാൽപ്പിയുടെ വാല്യൂ H1, ഇൻറ്റർണൽ എനർജിയുടെ വാല്യൂ U1, പ്രഷറിൻ്റെ വാല്യൂ P. കാരണം P1 നമ്മൾ കൊടുക്കണ്ട, കാരണം എന്താണ്? പ്രഷർ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഇനിഷ്യൽ പ്രഷർ വാല്യൂയും ഫൈനൽ പ്രഷർ വാല്യൂയും കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് പ്രഷറിൻ്റെ വാല്യൂ P തന്നെ. ഓക്കെ, അപ്പോൾ ഇനിഷ്യൽ എൻതാൽപ്പി, ഇൻറ്റേർണൽ എനർജി, വോളിയം ഇതിൻ്റെയൊക്കെ വാല്യൂ H1, U1, V1 ആക്കി എടുത്താൽ അതിൻ്റെ ഫൈനൽ വാല്യൂസ് എങ്ങനെ എടുക്കുക? ഫൈനൽ വാല്യൂസിന് H2, U2, V2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമുക്ക് എൻതാൽപ്പിനെ എങ്ങനെ എഴുതാം? എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? U പ്ലസ് പി വി ആണ്. ഓക്കെ, അഡീഷൻ ഓഫ് ഇൻറ്റേർണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം വർക്കാണ്. ഓക്കെ, എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ H1 ഈസ് ഈക്വൽ ടു U പ്ലസ് പി വി 1 എന്ന് കൊടുക്കാം ഇനിഷ്യൽ സ്റ്റേറ്റ്. ദെൻ നമുക്ക് ഫൈനൽ എന്ത് കൊടുക്കാം? H2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് പി വി 2. അപ്പോൾ ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക, ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ചേഞ്ച് ബട്ട് ഇക്വേഷൻ 2 മൈനസ് 1 ചെയ്യുക. ഇക്വേഷൻ 2ൽ നിന്നും ഇക്വേഷൻ 1 മൈനസ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? H2 മൈനസ് H1. ഓക്കെ, H2 മൈനസ് H1 ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? U2 മൈനസ് U1 പ്ലസ് പി എന്ത് ചെയ്യുക? കോമൺ ആണ്. ഇവിടെയും പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട്. അപ്പോൾ പിയെ കോമൺ ആക്കി എടുക്കുന്നു. ദെൻ V2 മൈനസ് V1. സോ ഫൈനൽ എന്ത് കിട്ടുന്നു? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ. അതായത് H2 മൈനസ് H1 ചെയ്യുമ്പോൾ U2 മൈനസ് U1 പ്ലസ് പി ഇൻറ്റു V2 മൈനസ് V1. പി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പിയെ ബ്രാക്കറ്റിന് പുറത്തെടുത്തു. സോ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇക്വേഷൻ 4. ഈ ഇക്വേഷൻ 4 എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു ഫോർ എ പ്രോസസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സിലെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചും എൻതാൽപ്പി ചേഞ്ചും തമ്മിലുള്ള റിലേഷനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ പ്രകാരം എന്താണ്? ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന ഒരു പ്രോസസ്സിലെ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ എൻതാൽപ്പി എന്ന് പറയുന്നത്, എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത്
ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ് എന്ന് നമ്മൾ തെളിയിക്കാൻ പോവാണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോ പ്രകാരം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഓക്കെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റാണ്. ഡബ്ല്യു എന്ന് പറയുന്നത് വർക്കാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്ന് പറഞ്ഞത് ഹീറ്റ്, ആ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്ത ഹീറ്റും പ്ലസ് എന്താണ്, ആ സിസ്റ്റത്തിൽ ചെയ്ത വർക്കുമാണ്. ഓക്കെ, സിസ്റ്റത്തിൽ നമ്മൾ ചെയ്ത വർക്കിനും ഈക്വൽ ആണ്. ദെൻ ഈ ഒരു എക്സ്പ്രഷൻ ക്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? ഡെൽറ്റ യു മൈനസ് ഡബ്ല്യു എന്ന് കിട്ടുന്നു. ഡബ്ല്യു എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പി ഡെൽറ്റ വി. അതായത് ഇവിടെ ഈ ഒരു സിസ്റ്റത്തിൽ എക്സ്പാൻഷൻ വർക്ക് മാത്രമേ ഉള്ളൂ. അതായത് എക്സ്പാൻഷൻ വർക്ക്, ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്ക്. മറ്റൊരു തരത്തിലുള്ള വർക്കും ഈ സിസ്റ്റത്തിൽ ഇല്ല, ഓൺലി എക്സ്പാൻഷൻ വർക്ക്. ഓക്കെ, അപ്പോൾ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് പി ഡെൽറ്റ വി എന്നാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, പ്രഷർ വോളിയം വർക്ക്, ദാറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് പ്രഷർ ചേഞ്ചും വോളിയം ചേഞ്ചും സംഭവിക്കുന്നു. അപ്പോൾ ആ ഒരു വർക്കിനാണ് നമ്മൾ എക്സ്പാൻഷൻ വർക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ നമ്മൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി ആണ്. അപ്പോൾ അത് എന്ത് കൊടുക്കുന്നു? ഈ വർക്കിന് സ്ഥാനത്ത് എന്ത് കൊടുക്കുകയാണ്? ഡെൽറ്റ യു മൈനസ്, ഓൾറെഡി എന്താണ് വർക്ക്? മൈനസ് പി ഡെൽറ്റ വി ആണ്. ഓക്കെ, സോ ആ ഒരു മൈനസ് ഇവിടെ ഇടുന്നു. ദെൻ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് പി ഡെൽറ്റ വി എന്ന് കൊടുക്കാം. ഈ മൈനസും എന്ത് ചെയ്യുന്നു? പ്ലസ് ആവുന്നു. ദെൻ ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കിട്ടുന്നു. ദെൻ ഇക്വേഷൻ ഫ്രം ഇക്വേഷൻ 4 and 7, ഇക്വേഷൻ 4 എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കുക, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ആണ് ഇക്വേഷൻ 4. അതായത് ഈ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഈസ് ഡെൽറ്റ എച്ച്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമാണ്. ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്, ഈ ഒരു ഇക്വേഷൻ 4. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ക്യൂ പി ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാം. ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് എന്ന് കൊടുക്കാം. സോ ഇതിൽ നിന്ന് എന്താണ് മീൻ ചെയ്യുന്നത്? ഫോർ എ പ്രോസസ് ഇൻവോൾവിംഗ് നോ വർക്ക് അതർ ദാൻ എക്സ്പാൻഷൻ വർക്ക്, the enthalpy change is equal to the heat added at constant pressure. ഓക്കെ, അതായത് ഒരു പ്രോസസ്സ് അതിൽ എക്സ്പാൻഷൻ വർക്ക് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് പ്രഷർ വോളിയം വർക്ക്. എക്സ്പാൻഷൻ വർക്ക് മാത്രമുള്ള ഒരു പ്രോസസ്സിലെ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ ആ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. അതാണ് ഈ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് പറയുന്നത്, ഡെൽറ്റ എച്ച് എന്താണ്? എൻതാൽപ്പി ചേഞ്ച്. ദെൻ ക്യൂ പി എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ക്യൂ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഹീറ്റിനെ. പി പ്രഷർ. ഓക്കെ, കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഒരു പ്രോസസ്സിൽ എക്സ്പാൻഷൻ വർക്ക് മാത്രമുള്ള ഒരു പ്രോസസ്സിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആണെന്ന് കണ്ടിരുന്നു. ഓക്കെ, അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. അതായത് ഒരു പ്രോസസ്സ് കോൺസ്റ്റന്റ് വോളിയത്തിലാണ് നടക്കുന്നതെങ്കിൽ അവിടുത്തെ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റ് ആഡഡ് ടു ദി സിസ്റ്റം ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട കാര്യമാണ്. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ട കാര്യം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. ഓക്കെ, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി, അതായത് വർക്ക് എന്ന് പറഞ്ഞത് മൈനസ് പി ഡെൽറ്റ വി ആണ്. ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ എന്ത് വരും? ക്യൂ മൈനസ് പി ഡെൽറ്റ വി. അപ്പോൾ കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുമ്പോൾ ഡെൽറ്റ വി 0 ആകും. ഡെൽറ്റ വി 0 ആകുമ്പോൾ ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു ക്യൂ വി ആണ്. ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു ക്യൂ വി ആണ് നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. ഓക്കെ, ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇന്റേണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിവോൾവ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. പ്രോസസ് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ വർക്ക് എന്താണ്? മൈനസ് ബി ഡെൽറ്റ. അതായത് ഇന്റേണൽ എനർജി ചേഞ്ച് ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ്. ഓക്കെ, ഇൻസ്റ്റെഡ് ഓഫ് ഡബ്ല്യു നമ്മളുടെ എന്താണ് ആഡ് ചെയ്യുന്നത്? മൈനസ് പി ഡെൽറ്റ വി കൊടുക്കുകയാണ്. സോ ഇന്റേണൽ എനർജി ചേഞ്ച് എന്ത് വരും? ക്യൂ മൈനസ് പി ഡെൽറ്റ വി. അപ്പോൾ ഈ ഡെൽറ്റ വി ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് 0 ആണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ ഒരു മൊത്തം പി ഡെൽറ്റ വി ടേം എന്ത് ചെയ്യും? 0 ആയി പോകും. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി ആണ് ഇന്റേണൽ എനർജി ചേഞ്ച്. പ്രോസസ്സ് എപ്പോൾ? കോൺസ്റ്റന്റ് വോളിയത്തിലാവുമ്പോൾ. ഓക്കെ, കോൺസ്റ്റന്റ് വോളിയത്തിലാണ് പ്രോസസ്സ് നടക്കുന്നതെങ്കിൽ ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്? അവിടെ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. ഓക്കെ, ഹീറ്റ് ആഡഡ് ഓർ ഇവോൾവ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി നിങ്ങൾ ഈ ഒരു എക്സ്പ്രഷൻ നോക്കുക, ഇക്വേഷൻ 7. ക്യൂ പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി.
ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ നമ്മൾ ഈ ഡെൽറ്റ യു ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഡെൽറ്റ യു എന്ത് കൊടുക്കുന്നു, ഡെൽറ്റ യു എന്താണ്, ക്യൂ വി ആണെന്ന് കൊടുക്കുക, ഡെൽറ്റ യു ക്യൂ വി. സോ നമ്മൾ ആ ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു, ക്യൂ പി ഇസ് ഈക്വൽ ടു ഇൻസ്റ്റെഡ് ഓഫ് ഡെൽറ്റ യു ഇവിടെ എന്ത് കൊടുക്കുന്നു, ക്യൂ വി പ്ലസ് പി ഡെൽറ്റ വി. ഓക്കെ, അതായത് ഈ ഇക്വേഷൻ 7 ഡെൽറ്റ യുവിന് പകരം എന്ത് കൊടുക്കുകയാണ്, ഡെൽറ്റ യു ക്യൂ വി ആണ് നമുക്കറിയാം, ക്യൂ വി കൊടുക്കുകയാണ്. അതായത് ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ക്യൂ പി എന്ന് പറയുന്നത് ഹീറ്റ് ആഡഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, ദെൻ ലെറ്റ് us discuss about enthalpy change in a reaction. Then enthalpy change in a reaction. If the process under consideration is a chemical reaction, the enthalpy change is the difference in the enthalpies of the products and the reactants. അതായത് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, എൻതാൽപ്പി ചേഞ്ച് ഇസ് ദ ഡിഫറൻസ് ഇൻ എൻതാൽപ്പീസ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് റിയാക്റ്റൻസ്. പ്രൊഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും എൻതാൽപ്പിയുടെ ഡിഫറൻസിനെയാണ് എൻതാൽപ്പി ചേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ ആർ എച്ച്. ഓക്കെ, ഡെൽറ്റ ആർ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് പ്രൊഡക്ട്സ് മൈനസ് എച്ച് റിയാക്റ്റൻസ്. In such a case, delta H is referred to as enthalpy of reaction or heat of reaction at constant pressure. ഈ ഡെൽറ്റ എച്ച് നമ്മൾ എന്താ പറയുന്നത്, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയും. കാരണം നമുക്കറിയാം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ക്യൂ പി ആണ് അല്ലേ, കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്ത ഹീറ്റിന് ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഡെൽറ്റ എച്ചിനെ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നുകൂടി പറയും. ഓക്കെ, ദെൻ എന്താണ് എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ എന്ന് പറഞ്ഞത്, ഇഫ് ദ പ്രോസസ് അണ്ടർ കൺസിഡറേഷൻ ഇസ് എ കെമിക്കൽ റിയാക്ഷൻ, ദ എൻതാൽപ്പി ചേഞ്ച് ഇസ് ദ ഡിഫറൻസ് ഇൻ ദ എൻതാൽപ്പീസ് ഓഫ് ദി പ്രൊഡക്ട്സ് ആൻഡ് ദി റിയാക്റ്റൻസ്. പ്രൊഡക്ട്സിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും എൻതാൽപ്പിയുടെ ഡിഫറൻസ് ആണ് എൻതാൽപ്പി ചേഞ്ച് ഇൻ എ റിയാക്ഷൻ. ഓക്കെ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്, എൻതാൽപ്പി of a reaction at a given temperature is defined as the enthalpy change produced when the number of moles of the reactants as shown in the stoichiometric equation for the reaction are completely converted into products. എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് ഒരു തന്നിരിക്കുന്ന ഗിവൺ ടെമ്പറേച്ചറിലെ എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റിയാക്റ്റൻസ് അതായത് the enthalpy change produced on the number of moles of the reactants as shown in the stoichiometric equation for the reaction are completely converted into products. എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് ഇക്വേഷനിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് റിയാക്റ്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന ടെമ്പറേച്ചറിലെ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനിലെ ആ ഒരു റിയാക്ഷൻ്റെ സ്റ്റോയിഷ്യോമെട്രിക് ഇക്വേഷനിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ആണോ റിയാക്റ്റൻസ് ഉള്ളത്, ആ റിയാക്റ്റൻസ് കംപ്ലീറ്റ്ലി പ്രോഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ് എൻതാൽപ്പി ഓഫ് എ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ an exothermic reaction ഡെൽറ്റ ആർ എച്ച് വിൽ ബി നെഗറ്റീവ്. ഒരു എക്സോതെർമിക് റിയാക്ഷന് ഡെൽറ്റ ആർ എച്ച് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. ഒരു എൻഡോതെർമിക് റിയാക്ഷനിൽ ഡെൽറ്റ ആർ എച്ച് എന്തായിരിക്കും, പോസിറ്റീവും ആയിരിക്കും. ഓക്കെ, ദെൻ ഡെൽറ്റ ആർ യു എന്ന് പറയുന്നത് എന്താണ്, ക്യൂ വി ആണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ ആർ യു എന്താണ്, ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഡെൽറ്റ ആർ യുവിനെ നമ്മൾ ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നു. ഓക്കെ, ദെൻ ഫോർ എ റിയാക്ഷൻ ഇൻവോൾവിങ് എ gaseous reactants and or products, if n1 moles of gaseous reactants occupying a volume V1 get converted into n2 moles of gaseous products occupying a volume V2, we can relate delta RH and delta RU in the following manner. അതായത് ഡെൽറ്റ ആർ എച്ചും ഡെൽറ്റ ആർ യുവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഡെൽറ്റ ആർ എച്ച് എന്ന് പറയുന്നത് എന്താ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷറാണ്. ഡെൽറ്റ ആർ യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഓക്കെ, അതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ആഡഡ് ടു ദി കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ ഡെൽറ്റ ആർ യുവും ഡെൽറ്റ ആർ എച്ചും തമ്മിലുള്ള റിലേഷൻ, ഡെൽറ്റ ആർ യുവിനെ നമ്മൾ എന്തുകൂടി പറയും, ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദെൻ നൗ യു കൺസിഡർ എ ഗ്യാഷ്യസ് റിയാക്റ്റൻറ്റ്. ഒരു റിയാക്ഷൻ
ആ റിയാക്ഷനിൽ ഗ്യാഷ്യസ് റിയാക്റ്റൻസും അല്ലെങ്കിൽ ഗ്യാഷ്യസ് പ്രൊഡക്ട്സും ഉള്ള ഒരു റിയാക്ഷനാണ്. അതിൽ N1 മോൾസ് ഓഫ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ് ഒക്കുപ്പൈങ് വോളിയം V1 വോളിയം ഒക്കുപ്പൈ ചെയ്യുന്ന N1 മോൾസ് ഗ്യാഷ്യസ് റിയാക്റ്റൻസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? N2 മോൾസ് ഗ്യാഷ്യസ് പ്രൊഡക്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് ഒക്കുപ്പൈങ് വോളിയം V2. ഓക്കെ, അതായത് N1 മോൾസ് ഉള്ള ഒരു റിയാക്ഷൻ, ഗ്യാഷ്യസ് റിയാക്റ്റൻസും പ്രൊഡക്ട്സും ഇൻവോൾവ് ചെയ്യുന്ന ഒരു റിയാക്ഷനിൽ N1 മോൾസ് ഓഫ് റിയാക്റ്റൻസ് അത് എത്ര വോളാണ് ഒക്കുപ്പൈ ചെയ്യുന്നത്? V1 മോൾ. ഓക്കെ, ദെൻ N2 മോൾസ് പ്രോഡക്ട്സ് ഒക്കുപ്പൈ ചെയ്യുന്ന വോളിയം V2. ദെൻ നമുക്ക് ഡെൽറ്റ ആർച്ചും ഡെൽറ്റ ആറയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക? ഐഡിയൽ ബിഹേവിയർ അസ്യൂം ചെയ്യുക. ദെൻ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് റിയാക്റ്റൻറ്റിൻ്റെ എങ്ങനെ കൊടുക്കാം? PV1, അതായത് വോളിയം V1 ആണ്, = N1RT. ഇക്വേഷൻ 10 കൊടുക്കുക. PV2 എന്ന് പറയുന്നത് N2RT. ഓക്കെ, പ്രൊഡക്റ്റിൻ്റെത്. ദെൻ ഇക്വേഷൻ 11 നിന്നും 10 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്. V2 - V1 = N2 - N1RT. എന്താണ്? ഇതിൽ രണ്ടിലും കോമൺ ആയതുകൊണ്ട് ഇവിടെയും P കോമൺ ആണ്, ഇവിടെയും P ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് P പുറത്തെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ 11 10 മൈനസ് ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടുന്നു? P × ΔV സമം ഇതെന്താണ്? N2 - N1 നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇതെന്താണ്? പ്രൊഡക്റ്റിൻ്റെത്, N1 എന്ന റിയാക്റ്റിൻ്റെത്. ഒക്കെ നമുക്ക് എന്ത് കിട്ടും? ഡെൽറ്റ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, ഡെൽറ്റ NG. G എന്തുകൊണ്ടാണ് G കൊടുത്തത്? ഗ്യാഷ്യസ് ആയതുകൊണ്ട്. ഓക്കെ, റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും ഗ്യാഷ്യസ് സ്റ്റേറ്റിലാണുള്ളത്. ഇൻറ്റു RT. ഓക്കെ, ദെൻ ഡെൽറ്റ RH = ഡെൽറ്റ RU + ഡെൽറ്റ NGRT. ഡെൽറ്റ RU ഈ ഡെൽറ്റ വിക്ക് ഇൻസ്റ്റഡ് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ NGRT എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ഓൾറെഡി ഇക്വേഷൻ 7 കണ്ടു കഴിഞ്ഞാൽ, അതായത് QP = ഡെൽറ്റ U + P ഡെൽറ്റ V. ഓക്കെ, ഈ QP എന്താണ്? ഹീറ്റ് ചാർഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതാണ് എൻതാൽപ്പി ചേഞ്ച്. സോ ഇവിടെ നമ്മൾ ഡെൽറ്റ RH കൊടുക്കുന്നു. ഡെൽറ്റ U എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ U എന്ന് പറയുന്നത് എന്താണ്? അതായത് QPക്ക് ഇൻസ്റ്റഡ് QP നമുക്ക് എന്ത് കൊടുക്കാം? ഇൻസ്റ്റഡ് QP ഡെൽറ്റ RH ഇൻസ്റ്റഡ് ഓഫ് QV ഡെൽറ്റ RU. ഈ P ഡെൽറ്റ വിക്കാണ് നമ്മളിപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. P ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ഡെൽറ്റ NGRT കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ P ഡെൽറ്റ വിക്ക് പകരം എന്ത് കൊടുക്കാം? ഇവിടെ ഡെൽറ്റ NGRT കൊടുക്കാം. ഓക്കെ, സോ ഇക്വേഷൻ എന്തായിട്ട് മാറുന്നു? QP = QV + ഡെൽറ്റ NGRT, അല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ RH = ഡെൽറ്റ RU + ഡെൽറ്റ NGRT. ഈ ഇക്വേഷൻസ് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഈ ഇക്വേഷൻ equation 14 and equation 15 both represent the relationship between heat of reaction at constant pressure and that at constant volume. ഓക്കെ, അതായത് ഹീറ്റ് ഓഫ് ഇതെന്താണ്? ഈ ഡെൽറ്റ ആർച്ച് നമ്മൾ എന്താ പറയുന്നത്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതെന്താണ്? ഹീറ്റ് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. കോൺസ്റ്റന്റ് വോളിയത്തിൽ ആഡ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വൽ ആണ് ഈ ഇന്റേണൽ എനർജി ചേഞ്ച്. കോൺസ്റ്റന്റ് പ്രഷറിൽ ആഡ് ചെയ്യുന്ന ഹീറ്റിന് ഈക്വൽ ആണ് എൻതാൽപ്പി ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ നിങ്ങൾ ഈ ഇക്വേഷൻ നോക്കുകയാണ്, ഈ ഡെൽറ്റ NGRT 0 ആകുന്ന കണ്ടീഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ RH = ഡെൽറ്റ RU, അല്ലെങ്കിൽ QP = QV എന്ന് കൊടുക്കാം. എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ NG 0 ആവുമ്പോൾ, അല്ലെങ്കിൽ ഡെൽറ്റ V 0 ആവുമ്പം എന്ന് വെച്ചാൽ എന്താണ്? which do not involve any change in gaseous moles. ഗ്യാഷ്യസ് മോൾസിൽ ഒരു ചേഞ്ചും ഇല്ല എങ്കിൽ ഡെൽറ്റ അത് റിയാക്റ്റൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ആവുന്ന കണ്ടീഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ വി എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഡെൽറ്റ RH = ഡെൽറ്റ RU എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, റിവിഷനൊക്കെ എഴുതിയെടുക്കുക. ടെക്സ്റ്റ് കൂടി വായിക്കണം. ടെക്സ്റ്റ് കൂടി വായിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.